പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ഈ വചനത്തെ കേൾക്കുവാൻ നമുക്കൊരുമിച്ച് ആയിരിക്കാം, ഒരുങ്ങാം. ഓരോ ദിവസവും ഏറ്റവും ആദ്യ നിമിഷം തന്നെ തെളിഞ്ഞ മനസ്സുള്ളപ്പോൾ നമ്മൾ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നത് ഒരുപാട് അനുഗ്രഹമാണ്. ഓരോ ദിവസവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് എന്തെന്നില്ലാത്തൊരു ദൈവിക സംരക്ഷണവും അനുഗ്രഹവും നമ്മളിൽ എത്തിക്കുന്നുണ്ട്. നമുക്ക് ദൈവത്തോട് എന്നും നന്ദി പറയാം. ശുശ്രൂഷയെ നമ്മെ ഓരോരുത്തരെയും ദൈവം കൈ പിടിച്ചു നടത്തുന്നതിന്, പരിപാലിക്കുന്നതിന്. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ഇപ്പോൾ ഒരിക്കൽ കൂടി ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ ചില ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ, ദൈവാനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുവാൻ നമ്മൾ ഒരുങ്ങുവാണ്. അതിനു മുമ്പൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ വചനം ഞാൻ കേൾക്കുന്നു, പക്ഷെ അത് മറക്കാനാവാത്ത വിധം, മനസ്സിലാകുന്ന വിധം, ഉൾക്കൊള്ളാനാവുന്ന വിധം, മറ്റൊരാൾക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയത്തക്ക വിധം എനിക്കതൊന്ന് മനസ്സിലാക്കുവാൻ, എൻ്റെ മനസ്സിൽ അതെത്തിക്കുവാൻ ദൈവമേ എനിക്ക് കൃപ തരണമേ. അങ്ങയുടെ വചനത്തെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങയുടെ വചനത്തെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ വചനത്തെ ഞാൻ ധൈര്യപൂർവം ആത്മാർത്ഥതയോടെ സ്വീകരിക്കുകയാണ്, വിശ്വാസത്തോടെ ഉൾക്കൊള്ളുകയാണ്. ആ വചനം എനിക്ക് അനുഗ്രഹത്തിന് കാരണമാകണമേ, എൻ്റെ ഭവനത്തിൻ്റെ വിടുതലിന് കാരണമാകണമേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായത് മാറണമേ. ഹല്ലേലൂയ. പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും നമുക്ക് ഈ വചനത്തെ വളരെ വേഗത്തിൽ ഒന്ന് ശ്രദ്ധിക്കാം. അതിനുമുമ്പൊരു ആമുഖം പറയാം. ദൈവത്തിനു വേണ്ടി നിൽക്കുമ്പോൾ ഒറ്റയ്ക്കാണേലും നീ തോൽക്കുകയില്ല. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ദൈവത്തിൽ വിശ്വസിച്ചാണോ നിൽക്കുന്നത്, നീ ഒരു അത്ഭുതമായിരിക്കും. ലോകത്തിൽ ആർക്കും ചെയ്തു തരാത്തത് ദൈവം നിനക്ക് വേണ്ടി ചെയ്തു തരും. ആർക്കും ലഭിക്കാത്ത ചില നന്മകൾ നിനക്ക് ദൈവം തരും. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ അതിൻ്റെ 22 മുതലുള്ള വാക്യത്തിൽ ഏലിയ ദൈവത്തിനു വേണ്ടി നിന്ന പ്രവാചകനായ ഏലിയായെ കാണാം. ഏലിയ ദൈവത്തിനു വേണ്ടി നിന്നവൻ, ഏലിയ ദൈവത്തിൽ വിശ്വസിച്ച ഏലിയ. പക്ഷേ ഒറ്റയ്ക്കായിപ്പോയൊരു സാഹചര്യം വന്നു, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നു. ആരും കൂടെയില്ലാത്തൊരു സമയവും സാഹചര്യവും വന്നു. ഒന്ന് വായിക്കാം 22-ാമത്തെ വാക്യം. ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു, കർത്താവിൻ്റെ പ്രവാചകന്മാരിൽ ഞാനേ ശേഷിച്ചിട്ടുള്ളൂ, ഞാൻ മാത്രം, ഒറ്റയ്ക്ക്. എന്നാൽ ബാലിനാകട്ടെ 450 പ്രവാചകന്മാരുണ്ട്. അവരുടെ കൂടെ 450 പേരുണ്ട്. ഏലിയ ഒറ്റയ്ക്ക്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ ഒറ്റയ്ക്കായി പോയാലും, ഒറ്റപ്പെടേണ്ട സാഹചര്യത്തിൽ വന്നാലും തോൽക്കുകയില്ല. ആർക്കും ചെയ്യാത്ത കാര്യം ദൈവം അവന് വേണ്ടി ചെയ്യും. പക്ഷേ ഏലിയ ഒറ്റയ്ക്കാണേലും ദൈവത്തിൽ വിശ്വസിച്ച് അവിടെ നിന്നു. എന്നിട്ട് ഏലിയ 36-ാമത്തെ വാക്യം, 18-ാം അധ്യായം 36-ാമത്തെ വാക്യം. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു. 38-ാമത്തെ വാക്യമോ, ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണു വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ഒറ്റയ്ക്കാ നിന്നത്. പക്ഷെ അവിടെ നിൽക്കുന്ന ജനം മുഴുവൻ ആദ്യം കൂടെ ഇല്ലായിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ദൈവത്തോട് കൂടെ നിന്നപ്പം ആ വ്യക്തിയെ, ആ സ്ഥലത്ത്
അത്ഭുതമാക്കി മാറ്റി. ദൈവം അനുഗ്രഹമാക്കി മാറ്റി. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അപ്പുറത്ത് ആളിൻ്റെ കൂടെ, ബാലിൻ്റെ കൂടെ 400-450 പ്രവാചകന്മാർ തന്നെയുണ്ട്. ജനം മുഴുവൻ, ഏലിയ തന്നെ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എൻ്റെ കൂടെ ആരുമില്ല. ഒറ്റയ്ക്കുള്ളതാകുമ്പോൾ എല്ലാം പെട്ടെന്ന് തോറ്റു പോകേണ്ടതല്ലേ, തളർന്നു പോകേണ്ടതല്ലേ, മാനസികമായി തളർന്നു പോകേണ്ടതല്ലേ. പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ആ വ്യക്തി തോറ്റു പോകാൻ ദൈവം സമ്മതിച്ചില്ല. ഒറ്റയ്ക്കാണ് നിൽക്കേണ്ടി വന്നാലും ദൈവത്തിന് വേണ്ടിയാണോ നിന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യത്തിലാണോ, നീ തോൽക്കേണ്ടി വരത്തില്ല. ജനം മറ്റു പലരും വിമർശിച്ചവരും കളിയാക്കിയവരും കുറ്റപ്പെടുത്തിയവരും തകർക്കാൻ ശ്രമിച്ചവരും പരിഹസിച്ചവരും അത്ഭുതപ്പെടുന്ന രീതിയിൽ നാളുകളിൽ നീ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ എഴുതിയിട്ടുണ്ട്, ഉടനെ. ഒറ്റയ്ക്ക് നിന്നവനാണേലും ആ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന സ്വർഗത്തോളം എത്തിയത്. ദൈവം പ്രവർത്തിച്ചത് അരമണിക്കൂർ കഴിഞ്ഞല്ല, പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ, എൻ്റെ പ്രാർത്ഥന കേട്ട് ഉടനെ പ്രവർത്തിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴല്ല ദൈവം ഇടപെടുന്നത്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായാണ് ദൈവം ഇടപെടുന്നത്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ് ഉടനെ ദൈവം തരുന്നത്. ഉടനെ കിട്ടുന്ന ചില അത്ഭുതങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടാനുണ്ട്. ഒറ്റയ്ക്കാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതെങ്കിലും തോൽക്കുകയില്ല, തല കുനിയേണ്ടി വരത്തില്ല. പലരും ഒറ്റപ്പെടുത്തും, പലരും കളിയാക്കും, പലരും വിമർശിക്കും, പലരും കുറ്റപ്പെടുത്തും. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ വീട്ടിൽ ഒറ്റപ്പെടുന്നു പോകുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരിൽ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട്, നാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട്, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട്, കല്യാണ വീട്ടിൽ ഒറ്റപ്പെടുത്തുന്നവരുണ്ട്, ആഘോഷങ്ങളിൽ ഒറ്റപ്പെടുത്തി കളയും, സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തി കളയും, ഒറ്റപ്പെട്ടു പോകും. പലരും ഒറ്റപ്പെടുത്തുകയും കൂട്ടം കൂടി പരിഹസിക്കുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം പറയാം, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിൻ്റെ പേരിൽ, പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ പേരിൽ, ദൈവത്തെ ആരാധിച്ചതിൻ്റെ പേരിൽ ആരെങ്കിലും നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഒറ്റപ്പെടുത്തിയാലും ലോകം മൊത്തം, നാട്ടുകാർ മൊത്തം അവരുടെ കൂടെ ആയാലും ഒറ്റയ്ക്ക് നിൽക്കുന്ന നീ തോറ്റുപോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ഒറ്റയ്ക്കായി പോകേണ്ടി വന്നാലും മനസ്സുകൊണ്ട് തളരരുത്, നീ തോൽക്കുകയില്ല. ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒറ്റയ്ക്ക് നിന്നവൻ്റെ, അവിടെ നിന്നവരെ മുഴുവൻ വിചാരിച്ച് കാണും, ഏലിയ ഇപ്പം തോറ്റു തുന്നം പാടും, എല്ലാം കൊണ്ട് ഏലിയ തകർന്നു പോകും, അവരെല്ലാം പിടിച്ച് ഉപദ്രവിക്കും. പക്ഷെ പിന്നീട് കണ്ട് ആ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്ന ദൈവത്തെ കണ്ടപ്പോൾ ജനം മുഴുവൻ സാഷ്ടാംഗം വീണ് ആലോറി ഉച്ചത്തിൽ പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം എന്ന് വിളിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഇന്ന് പ്രാർത്ഥിക്കുവാണ്. ദൈവത്തിൻ്റെ അത്ഭുതം ഉടനെ ഇറങ്ങി വന്നതുപോലെ എൻ്റെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി മാസങ്ങൾക്കപ്പുറമല്ല, വർഷങ്ങൾക്കപ്പുറമല്ല, ആണ്ടുകൾക്കപ്പുറമല്ല, ഉടനെയാണ്. ഉടനെയാണ്. ഇന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഇന്നൊരു മറുപടി ഉണ്ട്, ഇന്നൊരു അത്ഭുതമുണ്ട്, ഇന്നൊരു സൗഖ്യമുണ്ട്, ഇന്നൊരു നന്മ വെളിപ്പെടാനുണ്ട്. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാകുന്നു. ഞായറാഴ്ച ദിവസം മാത്രം ഉപവാസം എടുത്ത് ആരും പ്രാർത്ഥിക്കുന്നില്ല. അത് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. നമുക്ക് മറ്റു ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോരുത്തർ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി, ഈ വചനം നിങ്ങൾക്ക് ബലമായി, ഈ വചനം നിങ്ങൾക്ക് ധൈര്യമാണ്, പ്രത്യാശയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടട്ടെ, നിങ്ങളുടെ തലമുറയിൽ അത് വെളിപ്പെടട്ടെ. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, എവിടെയെങ്കിലും ഒറ്റപ്പെട്ട നിലയിലാണോ, ഒറ്റപ്പെട്ടിരിക്കുവാണോ, കരഞ്ഞ് തലതാഴ്ചിരിക്കുവാണോ, വിഷമിച്ചിരിക്കുവാണോ, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ദൈവം നീ തോറ്റുപോകാൻ സമ്മതിക്കുകയില്ല. നീ വിജയിക്കും.
ജനം മുഴുവൻ സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞതുപോലെ, ആരാധനയോടെ വിളിച്ചു പറഞ്ഞതുപോലെ, ഭക്തിയോടെ വിളിച്ചു പറഞ്ഞതുപോലെ, ഏലിയ ആ ജനത്തിൻ്റെ മുമ്പിൽ അത്ഭുതമായതുപോലെ നീയും നിൻ്റെ കുടുംബവും നാളെ അനേകരുടെ മുമ്പിൽ ഒരു അത്ഭുതമായി മാറും. കുഞ്ഞെ, നിൻ്റെ ഭാവി ഒരു അത്ഭുതമായി മാറും. നിൻ്റെ ആരോഗ്യം നിനക്കൊരു അത്ഭുതമായി മാറും. ദൈവത്തിൻ്റെ അത്ഭുതക്കരം നിൻ്റെ മേൽ വരും. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, എല്ലാത്തരം തിന്മകളുടെ ആക്രമണങ്ങളിൽ നിന്നും, മന്ത്രവാദം, കൂടോത്ര ശുദ്ധ പ്രയോഗങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ആരോഗ്യത്തെ, ശരീരത്തെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സ്വസ്ഥതയും സമാധാനവും ഞങ്ങൾക്ക് തരണമേ. നിലനിൽക്കുന്ന ഐശ്വര്യം ഞങ്ങൾക്ക് തരണമേ. സമ്പത്തും അനുഗ്രഹവും ഞങ്ങൾക്ക് തരണമേ. കുഞ്ഞുങ്ങൾ നല്ല ഭാവി ഒരുക്കണമേ. സന്തോഷം, സമാധാനം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാളെ നമുക്ക് ഒരുമിച്ച് 5:30 കാണാം. സാധ്യമായവർക്കെല്ലാം അയച്ചു കൊടുക്കുക. അത് ദൈവ മഹത്വത്തിന് കാരണമാകട്ടെ. ഞാൻ ദൈവത്തിൻ്റെ വചനം ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവപ്രവൃത്തി, ദൈവവചനത്തെ വേറൊരാളിൽ എത്തിക്കുമ്പോൾ അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് ഇതിൽ നിന്നുണ്ടാകുന്നത്. നമുക്ക് സാധ്യമാർക്ക് അയച്ചു കൊടുക്കാം. നാളെ 5:30 കാണുന്നത് വരെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ, ഉള്ളങ്കയിൽ എന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കും. ആമേൻ. യേശുവിൻ്റെ അമ്മയാകുവാൻ